ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ. ഒരു വെറൈറ്റി സ്നാക്സ് കൂടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നീളമുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് കൊണ്ടുവരാം. ഇനി കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് പകുതി വേവാകുമ്പോൾ ഇതിൽ നിന്നും നമുക്ക് കോരിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് കേട്ടോ, മീഡിയം സൈസുള്ള 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തി കൊടുക്കാം. അതും ഉള്ളിമ്പാടെ ഒന്നുംപാടെ വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് ചിക്കന് ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ മസാലൻ്റെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒക്കെ കൂട്ടിയിട്ടെടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ കൂട്ടിയിട്ടെടുക്കാം. പിന്നെ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ആണെങ്കിൽ 1 ടീസ്പൂണും ചേർത്തി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിയിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്തി കൊടുക്കേണ്ടത്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. അങ്ങനെ അത് നല്ലവണ്ണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസും പാടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ്. അത് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് മൊസറല്ല ചീസ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ. ഞാൻ അതിവിടെ ചേർത്തണില്ല. അപ്പോൾ ചീസ് ചേർത്തണെങ്കിൽ കുറച്ച് മാത്രം ചേർത്താം. അങ്ങനെ അതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ കയ്യിൽ ചെറിയ ബോൾസാക്കി ഇട്ടെടുക്കാം കേട്ടോ അതുപോലെ. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് ഇതിൻ്റെ നടുവശത്തേക്ക് കൂടി ഒന്ന് കടത്തിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് നല്ലവണ്ണം വെന്ത് പോവരുത്, പകുതി വേവായാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഉൾവശത്തേക്ക് കയറ്റുന്ന സമയത്തല്ല ഞാനത് പൊട്ടിപ്പോകും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ കയ്യിൽ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയും ചെയ്തെടുക്കാം, 2 രീതിയിലും ചെയ്തെടുക്കാം. പക്ഷെ ഫസ്റ്റത്തെ പോലെയാവും കൂടുതൽ എളുപ്പം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്ത് എല്ലാതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് നീളത്തിലാണെങ്കിൽ കാണാനൊന്ന് ഭംഗി കേട്ടോ, അത്രയെങ്കിലും വലിപ്പം വേണം. അപ്പോൾ അതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് മൈദപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിമുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പാലും വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ഒന്നും ചേർത്തിയിട്ടില്ല, വേണ്ടവർക്ക് ചേർത്താം. എന്നിട്ട് ഈ മൈദപ്പൊടിയിലോ അല്ലെങ്കിൽ കോൺഫ്ലോർ ഏതെങ്കിലും ഒന്നെടുക്കാം. എന്നിട്ട് അതിലൊന്നും പിന്നെ ആദ്യം ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടിൽ തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈദയിലൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതൊരിക്കലും എണ്ണ കുടിക്കൂല കേട്ടോ. നല്ല ചൂടായ എണ്ണയിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് കാബേജ് ക്യാരറ്റ് ഒക്കെ ചേർത്തിട്ടും തയ്യാറാക്കിയെടുക്കാം. പിന്നെ ചീസ് ചേർത്തുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, ഒരുപാട് ചേർത്തരുത്. അപ്പോൾ അത് ഏകദേശം ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.